കൗൺസിലിങ്ങിന് വന്ന ഒരമ്മ കാര്യമായിട്ട് പറഞ്ഞ ഒരു പരാതി, അവരുടെ മോൾക്ക് ഇപ്പോൾ അവരോട് ഒട്ടും സ്നേഹമില്ല. കുട്ടിയുടെ അച്ഛനോടാണ് അവൾക്കിപ്പോൾ ഭയങ്കര അടുപ്പം. കുട്ടിക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോൾ 4 വയസ്സ്. നമുക്ക് കുട്ടികളുടെ പ്രകൃതത്തെക്കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത്തരം പരാതികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ ഡോക്ടർ സുധാകരൻ കല്യാസ്. നമസ്കാരം. ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് എൻ്റെ കുട്ടികളെ പഠിക്കാം പഠിപ്പിക്കാം എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആ വീഡിയോയിൽ പ്രധാനമായിട്ടും പരാമർശിച്ചിട്ടുള്ളത് കുട്ടികളെ എങ്ങനെ വീട്ടിൽ നിന്ന് അമ്മമാർക്ക് പഠിപ്പിക്കാം എന്നുള്ളതാണ്. ഈ ഭാഗത്ത് പറയുന്നത് കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കണം അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അമ്മയുടെ പരാതിയാണ്. ഈ പരാതിയുടെ പൊരുള് യഥാർത്ഥത്തിൽ 4 വയസ്സായിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് ശൈശവം വിട്ട് ബാല്യത്തിലേക്ക് വന്നു തുടങ്ങുന്നു. അപ്പൊ ശൈശവത്തിൽ കാണിച്ച സ്വഭാവ സവിശേഷതകളായിരിക്കില്ല ബാല്യത്തിലേക്ക് കടക്കുമ്പോൾ. 3 വയസ്സ് വരെയാണ് ശൈശവം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാലോ. 4 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയോ 12 വയസ്സ് വരെ ബാല്യം നിലനിൽക്കും. 10 മുതൽ 12 വരെ എന്ന് പറയുന്നത് അന്ത്യബാല്യമാണ്. ബാല്യം അവസാനിക്കാൻ തുടങ്ങുന്നു, കൗമാരം അവിടെ തുടങ്ങുന്നു. ഇനി കൗമാരത്തിലോട്ട് വന്നാലോ, അത് കുട്ടികളുടെ സ്വഭാവത്തിൽ, അവരുടെ പ്രകടനത്തിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടേക്കാം. അപ്പം ഇത് മനസ്സിലാക്കാതെ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ കുറേയേറെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. 3 വയസ്സ് വരെയോ 4 വയസ്സ് വരെയോ അമ്മയോട് ഒട്ടി നിന്ന കുട്ടി പിന്നീട് അത് ഏറ്റവും ഇഷ്ടം അച്ഛനോട് കാണിക്കുന്നു. ഇത് തന്നെ ഒരു 10 വയസ്സാകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും വിട്ട് കൂട്ടുകാരുടെ ഇടയിലേക്ക് പോയി. പിന്നെ അവർ അച്ഛനെയും അമ്മയുടെയൊക്കെ തിരിച്ചു വരുന്നേ ഇല്ല. അത് അവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ മാത്രമുള്ള ആളുകളായി അച്ഛനും അമ്മയും മാറും. അപ്പൊ ഇതിവിടെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത്തരം പരാതികൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരു 6 7 വയസ്സുള്ള ഒരു കുട്ടി മരിക്കുന്നു. ആ കുട്ടി മരിച്ചപ്പം അച്ഛൻ ആത്മഹത്യ കുരുങ്ങുന്നു. അച്ഛൻ പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ മോൻ എൻ്റെ നെഞ്ചിൽ കിടന്ന് വളർന്നതാ, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാ. പക്ഷേ ആ അച്ഛൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടി 10 12 വയസ്സ് കഴിഞ്ഞാൽ കുട്ടി ഈ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അകന്ന് അവൻ്റെ കൂട്ടുകാരിലേക്കും അവൻ്റെതായ ഒരു ലോകത്തിലേക്കും പോകും. അവിടെ ഇപ്പം അച്ഛൻ കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ കുട്ടി അച്ഛനോട് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് പിന്നീട് ഉണ്ടായിക്കൊള്ളുന്നില്ല, പൂർണ്ണമായും നഷ്ടപ്പെടുന്നല്ല. അപ്പം നമ്മളുടെ യഥാർത്ഥത്തിൽ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവരോട് ഏത് തരത്തിൽ ഇടപെടണം എന്നുള്ളത് അവരുടെ വൈകാരികമായ അവസ്ഥകളെ തന്നെ പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ വൈകാരിക അവസ്ഥ എന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞ കാരണം എന്താണെന്നറിയോ? കുട്ടികളുടെ വൈകാരികത അല്ലെങ്കിൽ ശൈശവകാലത്തോ ബാല്യകാലത്തോ ഉള്ള വൈകാരികതയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വളരെ നൈമിഷികമാണ് എന്നുള്ളതാണ്. നൈമിഷികം എന്ന് പറഞ്ഞാൽ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് കാണാൻ ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി കരച്ചിലേക്ക് പോവുകയും ചെയ്യും. ഈ ചുരുങ്ങിയ കാലേ ഉള്ളൂ അവരുടെ വികാര പ്രകടനങ്ങൾ. അപ്പൊ കുട്ടി കരയുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വേവലാതിപ്പെടാൻ പോയി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ കുട്ടി മറക്കും. കുട്ടികൾ തമ്മിലുള്ള കലഹങ്ങള്, പ്രശ്നങ്ങൾ, ഏറ്റുമുട്ടലുകളൊക്കെ മുതിർന്നവർ ഏറ്റെടുത്തിട്ട് വലിയ പ്രശ്നങ്ങളായി തീരുന്നത് ചില വീട്ടിൽ കാണാറുണ്ടല്ലോ. അപ്പൊ അവിടെ തന്നെ എന്താ സംഭവിക്കുന്നത്? മുതിർന്നവർ പ്രശ്നങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ അതൊക്കെ മറന്ന് കൂട്ടായി കളിക്കുന്നത് കാണാം. അപ്പൊ ഇത്തരത്തില് കുട്ടികളുടെ പ്രകൃതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ സമയത്ത് അവരുടെ വൈകാരിക അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ ദേഷ്യം, ഭയം, അവരുടെ സങ്കടങ്ങള്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ കുറിച്ച് പരാതി കേൾക്കുന്നത് ഒരു കാര്യത്തിലാണ്, അവർ വാശിക്കാരാന്നുള്ളതാണ്. സത്യത്തിൽ ആരാ കുട്ടികളെ വാശി പഠിപ്പിച്ചെടുക്കുന്നത്? കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ജനിച്ച് സ്വാഭാവികമായിട്ട് വാശിയുണ്ടോ? കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഭയത്തോടു കൂടിയാണോ ജനിക്കുന്നത്? ഒരിക്കലുമല്ല. കുട്ടികളുടെ ഇത്തരം വികാരങ്ങൾ അവർ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ്. ഭയം എന്ന് പറയുന്നത് നോക്കിയാൽ നമ്മൾ കുട്ടിക്കാലത്ത് കുട്ടി മുട്ടുകുത്തി കഴിയുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ട് ജന്തുക്കളെ എടുത്ത് കയ്യിലിട്ട് ചിലപ്പോൾ കടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവിടെ കുട്ടിക്ക് അതിനെ പേടിയില്ല. പിന്നെ എപ്പോഴാണ് പേടിയാവുന്നത്? ഈ കടിക്കുന്ന കണ്ടപ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ കുട്ടിയെ നോക്കുന്ന ആരെങ്കിലും അയ്യോ കുട്ടി അത് എടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടി ഒന്ന് ഞെട്ടിപ്പോവുക. അപ്പോൾ കുട്ടിയിലേക്ക് ഭയം ഉണ്ടാക്കുക ചെയ്യാം. വാശിയോ?
വാശിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ കുട്ടികൾ യഥാർത്ഥത്തിൽ രക്ഷിതാക്കളെ അല്ലെ മുതിർന്നവരെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നമ്മളാണ് പലപ്പോഴും കുട്ടികളെ പഠിക്കാതിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അച്ഛനോട് അമ്മയോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അത് സാധിപ്പിച്ചു തരിക എന്നുള്ളത് കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കും. വേണമെങ്കിൽ ഈ പുസ്തകത്തിൽ തന്നെ പരാമർശിക്കുന്ന ഒരു കുഞ്ഞു കഥ പറയാം. അച്ഛനും അമ്മയും ഒരു 4, 5, 6 വയസ്സുള്ള ഒരു മൂത്ത പെൺകുട്ടിയും ഒരു ചെറിയ ആൺകുട്ടിയായിട്ട് പാർക്കിൽ ബീച്ചിൽ പോകുന്നു. അവിടെ നിന്ന് മൂത്ത കുട്ടി കരഞ്ഞ് വിളിച്ച് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അച്ഛൻ അതിനെ വലിച്ചെടുത്ത് അതിൻ്റെ പുറകിൽ അമ്മയും കുഞ്ഞുമായിട്ട് വരികയാണ്. വന്ന് ബീച്ചിന് പുറത്ത് വന്നിട്ട് അച്ഛൻ നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കിലേക്ക് കുട്ടിയെ എടുത്ത് കയറ്റാൻ വേണ്ടി കുട്ടി അവിടെ നിർത്തിയപ്പം കുട്ടി നിലത്ത് വീണ് കിടന്ന് ഉരുണ്ടു. അച്ഛൻ ബൈക്ക് അവിടെ സ്റ്റാൻഡ് നേരെയാക്കി അച്ഛൻ കുട്ടിയെ എടുത്തിട്ട് എന്താ ചെയ്തതെന്നറിയോ? നല്ലൊരു അടി പൊട്ടിച്ചു കൊടുത്തു. അടി പൊട്ടിച്ചു കൊടുത്തത് എന്തായി? കുട്ടി ഉറക്ക കരയാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അച്ഛൻ കുട്ടിയുമായിട്ട് വീണ്ടും ബീച്ചിലേക്ക് പോകുന്നു. അവിടെ ഐസ്ക്രീം വിൽപ്പനക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്നു. കുട്ടി ഐസ്ക്രീം കരഞ്ഞുകൊണ്ട് നുണഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ എന്തിനാ കുട്ടി ആദ്യമേ വാശി പിടിച്ചത്? ഐസ്ക്രീം വാങ്ങിക്കാനായിരിക്കുമല്ലോ. എന്തുകൊണ്ട് അച്ഛൻ വാങ്ങിച്ചു കൊടുക്കാതിരുന്നത്? ഒന്നുകിൽ ഐസ്ക്രീം നല്ലതല്ല എന്നുള്ളതുകൊണ്ടോ അല്ലെ തലേ ദിവസം വാങ്ങിച്ചു കൊടുത്തോണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ കുട്ടി എന്താ ചെയ്തത്? കുട്ടി നിലത്ത് വീണ് ഉരുണ്ട് കരഞ്ഞു. പിന്നെ ഒരു അടി കിട്ടിയപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? അതുവരെ പറ്റില്ല എന്ന് പറഞ്ഞ്, അങ്ങനെ ആയിരിക്കുമല്ലോ കുട്ടി കരഞ്ഞിട്ടുണ്ടാവുക, അച്ഛൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ കൊണ്ടുപോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ കുട്ടി ഇതിൽ നിന്ന് എന്താ പഠിക്കുന്നത്? ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അച്ഛൻ ആദ്യം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയണം ഉറക്കെ, പിന്നീട് നിലത്ത് വീണ് കിടന്ന് ഉരുളണം, പിന്നെ ഒരു അടി തരും. ആ അടി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത അച്ഛൻ ഐസ്ക്രീം വാങ്ങി തരും. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ അച്ഛനോ അമ്മയോ ആവട്ടെ കുട്ടികളോട് ഒരിക്കൽ നോ പറഞ്ഞാൽ, അവർക്ക് ഏതെങ്കിലും അവസരങ്ങൾ നിഷേധിച്ചാൽ ആ നോ പറച്ചിലിന്റെ അർത്ഥം നോ ആയിരിക്കണം. അത് പിന്നീട് ഒരിക്കലും യെസ് ആവരുത്. അപ്പൊ കുട്ടി പഠിച്ചെടുക്കുന്നത് അച്ഛൻ പറയുന്ന അമ്മ പറയുന്ന നോ എന്ന വാക്ക് യെസ് ആക്കാൻ എന്തൊക്കെ വഴികളാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇതാണ് കുട്ടികളിലെ വാശി. പലപ്പോഴും കുട്ടികളിലെ വാശി മുതിർന്നവർ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതേസമയം അവർക്ക് നിഷേധിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി കുട്ടി അല്ലെങ്കിൽ എസ് പറയുന്നത് എസും നോ പറയുന്നത് നോ പറഞ്ഞാൽ അവർക്ക് വാശിയേ ഉണ്ടാവില്ല. കുട്ടികൾ അവരുടെ വാശിയോ ദേഷ്യമോ പ്രകടിപ്പിക്കുമ്പം യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ ഒരു ഘടകമുണ്ട്. ആ ഘടകം എന്ന് പറയുന്നത് അനുകരണമാണ്. കുട്ടികൾ ഈ ലോകത്തെ അനുദിനം വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ എങ്ങനെയാണ് ചുറ്റുപാടുന്നും പഠിച്ചെടുക്കുന്നത്. അവർ നമ്മളെ പഠിച്ചെടുത്തുകൊണ്ടേയിരിക്കണം. കാരണം കണ്ടും കേട്ടും അറിഞ്ഞാണ് കുട്ടികൾ പഠിക്കുന്നത്. അവരുടെ മുന്നിലുള്ള അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഒപ്പം താമസിക്കുന്നവരോ അയൽവക്കത്തുള്ളവരോ ടീച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ ഒരു ടീച്ചർ എന്താണ്, ഒരു അച്ഛൻ എന്താണ്, അമ്മ എന്താണെന്നൊക്കെ കുട്ടികൾ പഠിപ്പിച്ചെടുക്കും ഇല്ലേ? പണ്ടത്തെ കുട്ടികൾ ഈ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ടീച്ചറൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ടല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ കളിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ മൊബൈലിന്റെ മുമ്പിലാണല്ലോ. അവരുടെ ശ്രദ്ധ മാറിപ്പോയി, അവരുടെ ലോകം മാറിപ്പോയി. അവർ കാണുന്നത് അച്ഛനും അമ്മയും ടീച്ചറേയും മാത്രമല്ല, അവർ ഒരുപാട് വീഡിയോസ് കാണുന്നതുകൊണ്ട് പലതരം സംഗതികളും കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് കണ്ടാലും കേട്ടാലും അതുപോലെ അനുകരിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഒരു പ്രകൃതമാണ്. ഈ കുട്ടികളുടെ അതിനെ അനുകരിക്കാനുള്ള ഒരു ഫാക്ടർ ഉണ്ട്. അത് നമ്മുടെ ഫ്രോണ്ടൽ ലോബിനകത്ത് ഒരു മിറർ നെർവ് ഉണ്ട്. ഈ മിറർ നെർവ് ഒരു അനുകരണത്തിന് ഉള്ള ഒരു സംഗതിയാണ്. കാരണം അനുകരിച്ച് പഠിക്കാനുള്ളത് തന്നെ. പക്ഷേ അവിടെ നല്ലത് മാത്രമല്ലല്ലോ അനുകരിക്കുക, മോശമായിട്ടുള്ള കാര്യങ്ങളും അനുകരിക്കും. അപ്പൊ അതുകൊണ്ട് ചുറ്റുഭാഗത്ത് ഈ കുട്ടികൾ പ്രത്യേകിച്ചും വളർന്നു വരുന്ന ശൈശവ ബാല്യദശകളിൽ, പ്രത്യേകിച്ചും ബാല്യത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ അവർക്ക് അനുകരിക്കാവുന്ന മാതൃകകൾ ഏറ്റവും നല്ല മാതൃകകളായിരിക്കണം. ഇപ്പോൾ ചില അച്ഛനമ്മമാര് മക്കളെയും കൂട്ടി കൗൺസിലിംഗ് വന്നാൽ പറയാ ഇവര് രണ്ടുപേരും ഭയങ്കര വഴക്കാണ്, ഭയങ്കര അടിയാണെന്നാ പറയാ. സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ലൈഫ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വീട്ടിൽ അച്ഛനും അമ്മയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഭയങ്കരമായിട്ട് വഴക്കിടുകയും അടി കൂടുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ തൊട്ട് അയൽവക്കത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടാവും. കാരണം അങ്ങനെ കാണുമ്പോഴാണ് ഇതിനെ അതൊന്നും അല്ലെങ്കിൽ കുട്ടികൾ ചില സിനിമകൾ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. കാരണം ഈ മൃഗീയത എന്നൊക്കെ പറയുന്നത് കുട്ടികൾ കോപ്പി ചെയ്തെടുക്കും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇടിക്കേണ്ടത് എന്നൊക്കെ ഇല്ല കാർട്ടൂണൊക്കെ കാണുമ്പം അടിച്ചു പൊളിക്കാനുള്ള ഒരു വ്യഗ്രത കുട്ടികൾക്ക് ഉണ്ടാവുന്നതും
ഇത്തരം കാഴ്ചകളിൽ നിന്നാണ്. അപ്പോൾ ഇത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കുട്ടികളുടെ ഈ വളർച്ചാ ഘട്ടങ്ങളിൽ അവരുടെ വൈകാരികമായ അവസ്ഥകൾ, പ്രത്യേകിച്ചും ദേഷ്യം, വാശി, ഭയം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അവർ കുട്ടിക്കാലത്ത് ആർജിച്ചെടുക്കുന്നതാണ്, കോപ്പി ചെയ്തെടുക്കുന്നതാണ്. ഇരുട്ടിനെ പേടിയുള്ള ഒരു കുട്ടി വന്ന കുട്ടിക്ക് എന്ന് പറയുന്നത് ഒരു കൗമാരത്തിലുള്ള ഒരു കുട്ടിയാണ്. സത്യം കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കുട്ടിക്ക്. അപ്പൊ ഈ കുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഇരുട്ടിനെ പേടി എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടാവുമല്ലോ. അത് നോക്കിയപ്പോഴാണ് കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ബാല്യത്തിലായിരിക്കുന്ന സമയത്ത് അമ്മ എന്തോ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രാത്രി കുട്ടിയെ പുറത്ത് നിർത്തി വാതിലടച്ചു. പുറത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ പുറത്ത് വെളിച്ചം ഉണ്ടായിരുന്നില്ല, കറണ്ടുള്ള വീടുമല്ല. അപ്പോൾ കുട്ടി കുറേ നേരം പുറത്തിരുന്ന് കരഞ്ഞ് 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 തളർന്നിരിഞ്ഞ് കുറേ അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് അമ്മ വാതിൽ തുറക്കുന്നത്. അമ്മ വാതിൽ തുറന്നിട്ട് കുട്ടിയെ അകത്ത് കയറ്റി. അമ്മ അവിടെ ശ്രമിച്ചത് എന്താ? കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്ത് പാഠം? ഇങ്ങനെ ശാഠ്യം പിടിച്ചാൽ, വാശി കാണിച്ചാൽ ഇങ്ങനെ ഇരുട്ടത്ത് നിർത്തുന്ന. പക്ഷേ കുട്ടി പഠിച്ച പാഠം എന്താണ്? കുട്ടി പഠിച്ചത് ഇരുട്ടിനെ പേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടിയിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ഭയം അവിടെ മുളച്ചു പൊന്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഓരോ സംഭവത്തിലും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് കുട്ടികൾ അതിൽ നിന്ന് അങ്ങനെ തന്നെ പാഠം പഠിച്ചുകൊള്ളണമെന്നില്ല. കുട്ടികൾ കൊടുക്കുന്ന പല ശിക്ഷകളും യഥാർത്ഥത്തിൽ എന്താ? അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷിതാക്കളെ ശിക്ഷിക്കുന്നത്, അല്ലേ? പക്ഷേ ആ ശിക്ഷ, പ്രത്യേകിച്ചും അടി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കുട്ടിയുടെ ആത്മവിശ്വാസത്തിന് വലിയ പ്രശ്നം വരും. നന്നായിട്ട് സംസാരിച്ചിരിക്കുന്നുകൊണ്ടിരിക്കുന്ന ശൈശവത്തിലോ ബാല്യത്തിലൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികൾ ചില രക്ഷിതാക്കളുടെ ക്രൂരമായ മർദ്ദനം കൊണ്ട് നിശബ്ദരാകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഒരുതരം മ്യൂട്ടിങ് എന്ന് പറയും. ഒരു ചെറിയ കുട്ടി വന്നപ്പം കുട്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടി മിണ്ടാതെയായി. അമ്മ പരാതി പറയാം, മിണ്ടാതെ എന്ന് മാത്രമല്ല, കുട്ടി ഇങ്ങനെ പിറുവിറുത്തുകൊണ്ടേയിരിക്കും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ. ശബ്ദം പുറത്തു വരില്ല. അപ്പൊ നോക്കിയപ്പോൾ എന്താ? കുട്ടിയുടെ അച്ഛൻ അമ്മയിൽ നിന്ന് കുട്ടിയിൽ നിന്ന് വിട്ടുപോയി. അപ്പൊ അത്രയും നാൾ അച്ഛനെ അടുത്ത് കണ്ടിരുന്ന ഒരു കുട്ടിയും മാസങ്ങളോളം അച്ഛനെ കാണാതിരിക്കുന്നു. അമ്മയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അമ്മ സങ്കടപ്പെടുന്നു. ഇതൊക്കെ കുട്ടിയുടെ ഉള്ളിൽ ഒരു ഭയമോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ ഒക്കെ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റിയോ ഉണ്ടാക്കിയിരിക്കണം. അതിൽ നിന്നും കുട്ടി രക്ഷപ്പെടാൻ കണ്ടെത്തുന്ന മാർഗമാണ് ഈ മ്യൂട്ടിങ് എന്ന് പറയുന്നത്. കുട്ടി നിശബ്ദമാവുന്നു. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ നമ്മളിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ വളർച്ചയെ അതവരെ ബാധിക്കും. നെഗറ്റീവ് ലേണിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ വളർച്ചയെ ബാധിക്കും. ഈ കാര്യം രക്ഷിതാക്കൾ പഠിച്ചെടുക്കണം. ഈ പഠിച്ചെടുക്കുന്നതിനെയാണ് കുട്ടികളെ പഠിക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ ഓരോ പ്രായത്തിൻ്റെയും പ്രകൃതത്തെ മനസ്സിലാക്കുക എന്നുള്ളത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിൻ്റെ തുടർ പഠനം നിങ്ങളിൽ ഉണ്ടാവണം. ഓരോ പ്രായത്തിലും കുട്ടികളെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ അവരെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ്. തീർച്ചയായിട്ടും അതിനെ സഹായിക്കുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകത്തെ ആശ്രയിക്കാവുന്നതാണ്. കുട്ടികളെ പഠിപ്പിക്കാം. അറിഞ്ഞുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഉള്ള ഒരു ഉപാധി എന്ന നിലക്കാണ് ഇത് അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ സംശയങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.